ലോക്ഭവനിൽ ഗവർണറെ കാണാനെത്തിയ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ആലിംഗനം ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അത് കണ്ടിട്ട് ചില ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുത്ത് ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഒരു ചിത്രം ഞാനും കണ്ടു. അതായത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും നിരൂപകനും വാഗ്മിയുമായ ഹരി എസ് കർത്ത, ഹരിയേട്ടൻ ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുസ്ഥാനത്തുള്ള ഒരു വളരെ സീനിയറായ മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോൾ ഗവർണർക്കൊപ്പം അദ്ദേഹത്തിൻ്റെ മാധ്യമ ശൃംഖലയുടെ ഭാഗമായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഏതാനും വർഷങ്ങളായിട്ട് ഗവർണറുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഹരിയേട്ടൻ, ഹരി എസ് കർത്ത എന്ന് പറയുന്നത് വളരെ സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനും ഒപ്പം വി ഡി സതീശൻ്റെ അടുത്ത സുഹൃത്തുമാണ്. ഇപ്പം ഇദ്ദേഹം ഒരു സംഘപരിവാർ ചിന്താഗതി, ദേശീയത എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുള്ള ഒരു മാധ്യമ പ്രവർത്തകനായി പോയതുകൊണ്ട് അദ്ദേഹം വി ഡി സതീശൻ്റെ സുഹൃത്ത് അല്ലാതാകുന്നില്ലല്ലോ. ഹരി എസ് കർത്തായെ ആലിംഗനം ചെയ്യുന്ന വി ഡി സതീശൻ്റെ ചിത്രം നൽകിക്കൊണ്ട് ഇങ്ങനെയാണ് ഒരു കുറിപ്പ് ഹാൻഡിലിൽ വന്നത്. മയ്യിൽ സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇത് വന്നത്. ഗവർണർ ഓഫീസിലെ RSS പ്രതിനിധിയെ ആണ് സതീശൻ കെട്ടിപ്പിടിക്കുന്നത്. ഗവർണറുടെ ഓഫീസിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഒരു പ്രതിനിധി ഇല്ല എന്നുള്ള ഒരു സാമാന്യ ബോധ്യം പോലും ഇല്ലാത്ത വെറും ചെറ്റത്തരമാണ് ഇത്തരത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഒന്നും ഉണ്ടായിട്ടല്ല. ഹരി എസ് കർത്തായെ വി ഡി സതീശൻ കെട്ടിപ്പിടിച്ചാലും അദ്ദേഹത്തിന് ഷെയ്ഖ് ഹാൻഡ് കൊടുത്താലും പൂമാല കൊടുത്താലും പൂമാല ഇട്ടാലും ഒന്നുമില്ല. അദ്ദേഹം ഗവർണറുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. അദ്ദേഹം പിണറായി വിജയനെ പോയി കണ്ടില്ലേ? പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ കണ്ടു. അപ്പോൾ പറയണം CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവിനെ, ഏറ്റവും മുതിർന്ന സഖാവിനെയാണ് പോയി ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത് വി ഡി സതീശൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് CPM-ഉം അതുപോലെ തന്നെ വി ഡി സതീശനും അല്ലെങ്കിൽ പിണറായി വിജയനും മുഖ്യമന്ത്രിയുമായിട്ട്, നിയുക്ത മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ഡീലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഇത് സൗഹൃദമാണ്, ഇത് സ്നേഹമാണ്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, വർഷങ്ങളായി തമ്മിൽ പരിചയമുള്ളവരാണ്, സൗഹൃദമുള്ളവരാണ്. അപ്പോൾ പിന്നെ ഈ വിവരങ്ങൾ ഇത്തരത്തിൽ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്ന ഇവരുടെയൊക്കെ ആ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഓർത്ത് സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നുകയാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടാൽ ഡീൽ ആണ് എന്ന് പ്രചരിപ്പിച്ചവർ ഈ ഊഷ്മളമായ സ്നേഹപ്രകടനത്തെ എങ്ങനെ കാണുന്നു എന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. പ്രതിപക്ഷ നേതാവ് ആയിരുന്ന സമയത്തും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഷെയ്ഖ് ഹാൻഡ് കൊടുക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു വി ഡി സതീശൻ. അതുപോലെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ടാലും ഗവർണറെ കണ്ടാലും ഒക്കെ തന്നെ വളരെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഗവർണറുമായിട്ടൊക്കെ തന്നെ വളരെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെയൊക്കെ ഈ രീതിയിൽ വളച്ചൊടിച്ച് കാണുന്ന നിങ്ങളുടെ മനസ്സിലെ ആ വിഷം, ആ വൈകല്യം എത്രമാത്രമുണ്ട് എന്ന് ആലോചിച്ച് വളരെ സങ്കടം തോന്നുന്നു. വെറുതെയല്ല CPM ഈ നിലവാരത്തിലേക്ക് തകർന്നത്. ഇതുപോലെയുള്ള ആളുകളാണ് CPM-ന് വേണ്ടി കുഴലൂത്തുന്നത്. വെറുതെയല്ല പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നത്. ഗവർണറുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായ ഒരു മാധ്യമപ്രവർത്തകനെ, ഒരു സീനിയർ മാധ്യമ പ്രവർത്തകനെ നിയുക്ത മുഖ്യമന്ത്രി ആശ്ലേഷിച്ചാൽ, ആലിംഗനം ചെയ്താൽ, ഷെയ്ഖ് ഹാൻഡ് കൊടുത്താൽ അതിനൊക്കെ സംഘപരിവാർ വി ഡി സതീശൻ ഡീൽ അല്ലെങ്കിൽ സംഘപരിവാർ പ്രതിനിധിയെ കെട്ടിപ്പിടിച്ചു. സംഘപരിവാറിന് എങ്ങും പ്രതിനിധികളില്ല. സംഘപരിവാറിന് ഒരു ഓഫീസിലും പ്രതിനിധികളില്ല. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്. സംഘപരിവാറിൻ്റെ ഒരു പ്രതിനിധിയും ഒരു സർക്കാർ സംവിധാനങ്ങളിലും ഇല്ല. ജനകീയമായ പാർലമെന്ററി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഒരു തരത്തിലും സംഘപരിവാർ പ്രതിനിധിയെ അവിടെയും ഇവിടെയും ഒന്നും നിയമിച്ച് അങ്ങനെ സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ആ ഓഫീസിൽ കലർത്തുന്ന രീതിയല്ല സംഘപരിവാറിൻ്റേത് എന്നെങ്കിലും അടിസ്ഥാനപരമായി ഈ സഖാക്കൾ ഒന്ന് മനസ്സിലാക്കണം.